ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ചാനലിൽ കുറേ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയ ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 4 മണിക്കൂർ നേരം ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ഇഡ്ലി റൈസാണ്. കൂടെ തന്നെ 1 കപ്പ് വൈറ്റ് റൈസ്, ഞാൻ പൊന്നീരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഇതും കൂടെ ഇട്ട് കൊടുക്കണുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് 4 മണിക്കൂർ നേരം കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അരിയും ഉഴുന്നും നമുക്ക് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കരുത്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. എനിക്കിത് നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. ഈ ഉഴുന്നും ഉലുവയൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മളിപ്പോൾ ഉഴുന്നൊക്കെ അരച്ചെടുത്തില്ലേ, അതേ ജാറിലേക്ക് ഇട്ട് കൊടുക്കണത് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയാണ് കേട്ടോ. ഇനി അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിയൊക്കെ അരച്ചെടുക്കണ സമയത്ത് ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുതേ. നമ്മൾ ഈ അരിയൊക്കെ അരച്ചെടുക്കില്ലേ, അന്നേരം ഒരു കുഞ്ഞു കാര്യം ശ്രദ്ധിക്കാനായിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചെറിയ തരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നില്ലേ, അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള അരിയും കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട്. നമ്മൾ അരിയൊക്കെ എടുക്കണ സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള അരി എടുക്കണം കേട്ടോ. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് 10 മിനിറ്റ് നേരം നല്ലപോലെ ഇതിങ്ങനെയൊന്ന് മിക്സാക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇത് നമ്മളിവിടെ റെഡിയാക്കുന്നത് പാലക്കാടിൻ്റെ സ്വന്തമായിട്ടുള്ള രാമശ്ശേരി ഇഡ്ലിയാണ്. ഇത് നമ്മുടെ സാധാരണ ഇഡ്ലി പോലെയല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് സെർവ് ചെയ്യണത് ഇഡ്ലിപ്പൊടിയുടെ കൂടെയാണ്. ചില ഭാഗത്തൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് 2.5 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് ഉപയോഗിക്കുക. അങ്ങനെയും നമുക്ക് ചെയ്യാം. അതുപോലെ പച്ചരി ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. രാമശ്ശേരിയിലൊക്കെ ഇത് ട്രഡീഷണൽ രീതിയിലാണ് ഉണ്ടാക്കുക. ഞാൻ പക്ഷേ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണ പോലെ കുറച്ച് എളുപ്പത്തിലാണ് കേട്ടോ ഇത് റെഡിയാക്കണത്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി വരണ സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് നമ്മളിതാ ഇങ്ങനെ മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണത്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കുകയും കൂടെ ചെയ്യാം. മൂടി വയ്ക്കണ സമയത്തും ഒത്തിരി ടൈറ്റായിട്ട് മൂടി വെക്കരുത്. ഞാൻ രാത്രിയിലാണ് ഈ മാവ് റെഡിയാക്കി വെക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്ക് നമുക്കിത് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ടാവും. 8 മുതൽ 10 മണിക്കൂർ വരെ സമയം എടുക്കും കേട്ടോ നമുക്കിത് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. രാവിലെ ആയപ്പോൾ നമ്മുടെ മാവൊക്കെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മാവൊക്കെ ഒരുപാട് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ ഈ മാവിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു രാമശ്ശേരി ഇഡ്ഡലി റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മൺപാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൺപാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിന് പകരമായിട്ട് നല്ല കുഴിയുള്ള ഒരു പാത്രം എടുത്താലും മതി. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മൺപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഓവൻ്റെ കൂടെയൊക്കെ കിട്ടില്ലേ, ഇതുപോലത്തെ ഒരു ഗ്രില്ലാണ്. ഇത് തന്നെ വേണമെന്നില്ല. ഇതിന് പകരം നമ്മുടെയൊക്കെ വീട്ടിൽ വലിയ അരിപ്പ ഉണ്ടാവില്ലേ, അരിപ്പയുടെ തട്ട് വെച്ച് കൊടുത്താൽ മതി. അതെടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. എൻ്റെ ആ തട്ടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഗ്രില്ല് എടുത്തിട്ടുള്ളത്. ശരിക്കും രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ ചെയ്യുക. പക്ഷെ നമുക്കൊക്കെ വീട്ടിൽ ഇതുപോലത്തെ കുഞ്ഞ് സെറ്റപ്പ് ചെയ്യണതല്ലേ ഒന്നും കൂടെ എളുപ്പം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് നനച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ നിന്നും ചെറുതായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ മാവിൽ നിന്നും കുറച്ചതായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മുടെ സാധാ ഇഡ്ഡലിയില്ലേ, അതുപോലെ കട്ടിയിലല്ല കേട്ടോ ഇത് റെഡിയാക്കുക. ദോശ പോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടാണ് ഇത് റെഡിയാക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാനിത് വെച്ചിട്ടിപ്പോൾ 10 മിനിറ്റായി. വെന്തോന്നറിയാനായിട്ട് ഇതുപോലെയൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. കത്തിയിലൊട്ടും തന്നെ ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതിവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പോൾ ഇങ്ങനെ ആവി പോകുന്ന സമയത്ത് നമ്മളിത് എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചൊന്ന് ചൂട് പോയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സാധാ ഇഡ്ഡലിയില്ലേ അതുപോലെ പുളിയൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു ഇഡ്ഡലിക്ക്. അതുപോലെ നമ്മൾ ഉഴുന്നൊക്കെ കുറച്ച് ചേർത്തിട്ടല്ലേ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉഴുന്നിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല. നല്ല പഞ്ഞി പോലെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതൊക്കെ കണ്ടോ, ഇതുപോലെ ഇഡ്ഡലിപ്പൊടിയുടെ കൂടെ കേട്ടോ ഇത് കഴിക്കുക. പാലക്കാട് ഭാഗത്തൊക്കെ മിക്ക കടകളിലും തന്നെ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ടൊക്കെ കിട്ടും. വേറെ സ്ഥലങ്ങളിൽ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്